നമസ്കാരം. പൊന്മുടിയിലേക്ക് പോകുന്ന വഴി നിങ്ങളിൽ പലരും ഈ ആറ് കണ്ടിട്ടുണ്ടാകും. ഇതാണ് കല്ലാർ. കല്ലാറിൻ്റെ ഈ ഭാവം കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. കല്ലാറിൻ്റെ യഥാർത്ഥ വന്യഭാവം പ്രകടമാകുന്നത് 2 മാസം കൂടി കഴിഞ്ഞ് മഴക്കാലമാകുമ്പോഴാണ്. വേനൽക്കാലമായതുകൊണ്ടാണ് ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കുന്നത്. 1992 തിരുവനന്തപുരം സർക്കാർ ദന്തൽ കോളേജിലെ 8 വിദ്യാർത്ഥിനികൾ ഇവിടെ മുങ്ങി മരിച്ചിരുന്നു. അവർ മാത്രമല്ല, ഏകദേശം 100-ൽ പരം ആളുകൾ അതിനുശേഷവും അതിനു മുൻപും ഈ നദിയിൽ മുങ്ങി മരിച്ചിട്ടുണ്ട്. അതൊക്കെ പരിസരവാസികളുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഇവിടെ കുളിക്കാനിറങ്ങിയ സന്ദർശകരായിരുന്നു. ഇപ്പോൾ പലയിടങ്ങളിലും ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ മാത്രമേ കുളിക്കാനുള്ള അനുമതിയുള്ളൂ. പക്ഷേ പലരും ഇപ്പോഴും ഈ നിർദ്ദേശങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് കുളിക്കുന്നുണ്ട്. ഇപ്പോൾ ശാന്തമായി കിടക്കുന്ന ഈ കല്ലാറിന് ഒരു വന്യഭാവമുണ്ട്. കല്ലാറിൻ്റെ ഉത്ഭവസ്ഥാനത്ത് മഴ പെയ്യുമ്പോൾ മിനിറ്റുകൾക്കകം ഇരച്ചെത്തുന്ന മലവെള്ളമാണ് നദിയിൽ നിൽക്കുന്നവരെ അപകടത്തിൽപ്പെടുത്തുന്നത്. അങ്ങനെ നിരവധി പേരുടെ ജീവനുകളാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോയത്. ശാന്തമായി കിടക്കുന്ന കല്ലാറിൽ വന്യഭാവത്തോടെ എങ്ങനെയാണ് മലവെള്ളം ഒഴുകിയെത്തുന്നത് എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടോളൂ. ഏപ്രിൽ മാസമാകുന്നതോടെ പൊന്മുടിയിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കും. പൊന്മുടിയിലേക്ക് വരുന്ന സഞ്ചാരികളോട് പറയാനുള്ളത്, പരിസരവാസികളുടെ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും മറികടന്നുകൊണ്ട് ഒരിക്കലും ഈ നദിയിലേക്ക് കുളിക്കാൻ ഇറങ്ങരുത്. കാരണം ശാന്തമായി കിടക്കുന്ന കല്ലാറിൻ്റെ എപ്പോഴാണ് രൗദ്രഭാവം കൈവരിക എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ക്യാമറമാൻ ജെയിൻ സ്റ്റീവൻസിനൊപ്പം സുമേഷ് മാർക്കപ്പോളോ, DNA ന്യൂസ്.